ഹായ് ഓൾ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുവരെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമോ, നമുക്ക് എക്സാം നടക്കുമോ എന്നുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു അല്ലേ. പക്ഷെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കറിയാം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം എത്ര ഉണ്ടായിരിക്കും എന്നുള്ളതും നമ്മളൊരു ഡൗട്ടാണ് അല്ലേ. കാരണം ഇപ്പോൾ നമുക്ക് ഓൾറെഡി 2026 കലണ്ടറും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചാണ്. ആ ഒരു കലണ്ടറിനകത്തൊന്നും നമ്മൾ എക്സാം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ എക്സാം ഇനി 2026 നടക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് ടൈമിലായിരിക്കും നടക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ഡൗട്ടായിട്ട് ഇപ്പോഴും നമ്മളെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നത്. അതായത് ഹൗ ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം അല്ലെ. നമുക്ക് ഈ ഒരു 2026 നടക്കുന്ന ഏറ്റവും നല്ലൊരു എക്സാം എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു ഷോർട്ടായിട്ട് നമുക്ക് ആ ഒരു സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആദ്യം വേണ്ടത് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒരു സ്റ്റെപ്പ് ആയിട്ട് തന്നെ നോക്കുക. കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതിന് ഇനി എന്ന് എക്സാം നടക്കും എന്നുള്ളതാണ് അല്ലെ. എന്ന് എക്സാം നടക്കും എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു എക്സാം നമ്മളെ സാധാരണ ഇപ്പൊ ഒരു PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടത്, നമുക്കറിയാം ഈ ഒരു മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ PSCയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 6 മന്തിനുള്ളിൽ അല്ലെ, ഒരു 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാണ് ആ ഒരു എക്സാം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ 2025 നടന്നിട്ടുള്ള ഒരുപാട് എക്സാംസ് ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് ആ ഒരു വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിന്റെ അവസാനത്തോടെ, അതായത് ആ വർഷത്തിന്റെ 2025 സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസ് 2025 അവസാനത്തോടെ എന്ത് ചെയ്തിട്ടുള്ള എക്സാം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ PSC കണ്ടതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ എക്സാം എന്ന് പറയുന്നതും നമുക്ക് 2026, ഞാൻ പറയാണ് 2026 ഒരു നവംബർ മാസം മുതൽ 2027 ഫെബ്രുവരിക്കുള്ളിൽ നമ്മൾ എക്സാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നടക്കുന്നുണ്ടായിരിക്കും. ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് 2026 നവംബർ മുതൽ 2027 ഫെബ്രുവരിക്കുള്ളിൽ നമ്മൾ എക്സാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നടക്കുന്നുണ്ടായിരിക്കും. കാരണം അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ അറിയാം ഒരു ഡിസംബർ നവംബർ മാസങ്ങളിലുള്ള കലണ്ടർ ഓൾമോസ്റ്റ് നമുക്കൊരു നവംബർ ആകുമ്പോഴേക്ക് നമ്മളെ ഇപ്പോഴത്തെ കലണ്ടറിന്റെ ആ ഒരു എക്സാംസും കാര്യങ്ങളൊക്കെ കഴിയുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നീട് പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാംസ് ആയിരിക്കും ഇവരെന്ത് ചെയ്യുക, എടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. PSC എക്സാം കലണ്ടർ ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ സമയത്തും പിന്നെ അടുത്ത എക്സാം കലണ്ടർ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് പിന്നീട് ഒരു ജനുവരി കഴിഞ്ഞ് അല്ലെ. കാരണം ജനുവരിയിലൊക്കെയാണ് എക്സാം കലണ്ടർ സാധാരണ വരാറുള്ളത്. അങ്ങനെ വരുമ്പോഴേക്കും അതിന് മുന്നേ 2 മാസം മുന്നേ ഓൾറെഡി എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ പോയിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എക്സാംസിന് കൺഫർമേഷൻ പോയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പറയാം ഈ ഒരു ടൈം ലിമിറ്റ് ആയിരിക്കും നമ്മുടെ എക്സാം നടക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അതായത് ഏതാണ്, നവംബർ ടു ഫെബ്രുവരി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 to 10 months ടൈമാണ് നമ്മളെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് അല്ലെ. അതായത് 6 മാസം മുതൽ 10 മാസം വരെയുള്ള സമയം, 6 മാസം മുതൽ 10 മാസം വരെയുള്ള സമയമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കൊരു ഗോൾഡൻ ടൈം എന്നുള്ള രീതിയിൽ എടുക്കുന്നത് കേട്ടോ. ഞാൻ അതിൽ 6 മാസം മുതൽ 10 മാസം വരെ എടുക്കുന്നില്ല, ജസ്റ്റ് 6 months. ആ ഒരു 6 monthsനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെ. ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് അങ്ങോട്ട് എത്തണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം അല്ലെ. അപ്പൊ അതിന് ആദ്യം നമ്മൾ ഏത് എക്സാം നമ്മൾ നോക്കണ്ടെങ്കിലും, ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും അതിന് പഠിച്ചു തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം സ്ട്രക്ചർ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. എന്താണ്, നമ്മൾ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അല്ലെ. ഓൾറെഡി ചിലപ്പോൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റ് PSC അറ്റൻഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ PSC വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെ. കുറെ കാലത്തെ ഒരു ടൈം ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ PSC അറ്റൻഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ ഏത് മേഖലയിലുള്ളവരാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ PSC അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്ന എക്സാം. അതായത് നമുക്കിപ്പോ ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ആ ഒരു എക്സാം എങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടാവുക, എന്തായിരിക്കും ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, അതേപോലെ തന്നെ എങ്ങനെയുള്ള ഒരു സിലബസ് ആയിരിക്കും അതിനു വേണ്ടി നമുക്ക് PSC തരുന്നുണ്ടാവുക
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. കാരണം നമുക്ക് അറിയുന്നതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ആ എക്സാം എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഏറ്റവും ഫസ്റ്റ് പോയിന്റ് അതാണ്, അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എക്സാം ആണല്ലോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനല്ല പറഞ്ഞത്, അതിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ, അതിലെങ്ങനെ നമുക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാം. സെക്യൂർഡ് ആയിട്ടുള്ള മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സെക്യൂർഡ് മാർക്കാണ് കേട്ടോ. അല്ലാതെ ജസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് കയറി നമ്മളെ ലിസ്റ്റിനുള്ളിൽ കിടന്നിട്ട് 3 കൊല്ലം ആ ലിസ്റ്റിനുള്ളിൽ നിൽക്കുന്നതല്ല നമ്മളുള്ളത്. നമുക്ക് ജോലി വേണം അല്ലെ. 2027 ഇപ്പൊ ഫെബ്രുവരി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 2027 ഓണമൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ജോബ് വേണം അല്ലെ. ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ നമ്മളെ കയ്യിൽ വേണം അല്ലെ. ആ അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കണം നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം എന്ന് പറഞ്ഞത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എന്തായിരിക്കും നമ്മൾ പഠിക്കേണ്ടത് അല്ലെ, എന്തൊക്കെ നമ്മൾ പഠിക്കണം, എന്തായിരിക്കും പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്തൊക്കെ നമ്മൾ പഠിക്കണം, അതെങ്ങനെ നമ്മൾ പഠിക്കണം, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിലേക്ക് എത്തിക്കേണ്ടത് അല്ലെ. അതായത് നമ്മളെ ആ ഒരു എക്സാം എഴുതി നമുക്ക് ആ ഒരു മാർക്കിലേക്ക് നമ്മൾ തന്നെ എത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ആ ഒരു എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാനിവിടെ ഒരു മൊഡ്യൂൾ 10 മൊഡ്യൂൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൊടുത്തിട്ടുള്ള PSC നമുക്ക് തന്നിട്ടുള്ള ഇലക്ട്രീഷ്യൻ ലൈൻമാൻ എക്സാംസിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു 10 മൊഡ്യൂളാണ് അല്ലെ. അതായത് ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറന്റ്, DC മിഷൻ, AC മിഷൻ, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമർ, ഇലുമിനേഷൻ ബേസിക് ഇലക്ട്രോണിക്സ്, പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന 10 മൊഡ്യൂളുകൾ നമ്മളെ ഇലക്ട്രീഷ്യൻ എക്സാമിന് വേണ്ടി PSC നമുക്ക് തന്നിട്ടുള്ളതാണ്. കുറെ വർഷങ്ങളായിട്ട് PSC അതിൽ എക്സാം നടത്തി കൊണ്ടുപോകുന്നതാണ് അല്ലെ. അതായത് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമുക്ക് ഇനി നടക്കാൻ പോകുന്ന ആ ഒരു KSEB വർക്കർ എന്ന് പറയുന്ന എക്സാം അല്ലെ, ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്ന എക്സാം, ആ എക്സാം എന്ന് പറയുന്നത് എന്താണ്, ഇതേപോലെ ഒരു ITI ലെവൽ എക്സാം ആണ്. ആ ITI ലെവൽ എക്സാമിന് PSC ഇനി യൂസ് ചെയ്യാൻ പോകുന്ന സിലബസ് എന്ന് പറയുന്നതും മേ ബി ഈ സിലബസ് തന്നെ ആയിരിക്കാം. ഇത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യാണ്, അതിനകത്ത് കുറച്ച് സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വേണ്ട പോസ്റ്റ് ആണ്. ഇതിനകത്ത് അങ്ങനെ സേഫ്റ്റി ടൂൾസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിലബസ് ചെറിയ മാറ്റങ്ങളൊക്കെ PSC വരുത്തിയേക്കാം അല്ലെ. എന്നാലും നിങ്ങൾ നോക്കിയേ, ഈ സിലബസിനകത്ത് കാണുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഇത് നമ്മളൊരു ഒരു ബേസിക് സ്റ്റേജ് ആയിട്ട് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു നഷ്ടവും നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റാനുമില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഫണ്ടമെന്റൽ കിട്ടും ചെയ്യും അല്ലെ. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരു സിലബസ് വരണം എന്നുണ്ടെങ്കിൽ ഏത് ടൈം ആവണം, നമ്മളെ കൺഫർമേഷൻ സ്റ്റേജ് ആവണം. ഈ കൺഫർമേഷൻ സ്റ്റേജ് വരെ സിലബസ് കിട്ടാതെ നമ്മൾ പഠിക്കാതെ നിന്നിട്ട് കാര്യമുണ്ടോ, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ടത് ഈ ഒരു ഫണ്ടമെന്റൽസ് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് കൺഫർമേഷൻ സ്റ്റേജിൽ നമ്മൾ സിലബസ് വരുമ്പോൾ എന്ത് ചെയ്യാണ്, ആ ഒരു സിലബസിലേക്ക് നമ്മൾ മാറിയാൽ മതി അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഇപ്പൊ പഠിച്ചാൽ ഒന്നും നമുക്ക് നഷ്ടം വരാൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ എക്സാംസിന്, അത് ഏത് എക്സാംസിനാണെങ്കിലും ITI ലെവൽ എക്സാമിനാണെങ്കിലും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് മാർക്സ് കൊടുത്തത് ഓൾറെഡി ആ ഒരു സിലബസ് പ്രകാരമുള്ള മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അതിൽ അങ്ങോട്ടോ മാർക്സിന്റെ കാര്യത്തിലൊക്കെ ആ ഒരു വെയിറ്റേജിന്റെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ സംഭവിക്കാം. പക്ഷെ നമുക്ക് ആ ഉള്ള ബേസ് കോർ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് തന്നെ പോകണം അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് പഠിച്ചു പോവാം. ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ആ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതായിരുന്നു, സിലബസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മളെ കയ്യിൽ ഇപ്പൊ കിട്ടി, സിലബസ് നമുക്ക് കിട്ടി അല്ലെ. ഇനി നമുക്ക് വേണ്ടത് ഈ സിലബസ് അനുസരിച്ചിട്ട് ഒരു റെഫറൻസ് ബുക്കും അതേപോലെ തന്നെ ഈ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്ബുക്ക്, അതേപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ പഠിച്ചു പോവുക എന്നുള്ള കാര്യങ്ങളുമാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, അണ്ടർസ്റ്റാൻഡ് ദ എക്സാം എന്നായിരുന്നു. ആ ഒരു ലേഔട്ട്, സിലബസ്, പാറ്റേൺ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അപ്പൊ ഇനി പാറ്റേൺ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ഈ പാറ്റേൺ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു എക്സാമും നോക്കിയിട്ട് കാര്യമില്ല. നമുക്കറിയാം ITI ലെവലിൽ എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. ഇതാണ് നമ്മളെ പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെ. അല്ലാതെ നമ്മൾ മറ്റ് എക്സാംസ് നടക്കുന്നത് എങ്ങനെയാണോ അതിന്റെ പാറ്റേൺ എങ്ങനെയാണോ നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മളെ ഒരു എക്സാം, ഒരു ITI ലെവൽ എക്സാം എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ, ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ പറഞ്ഞു 2020-21 കാലഘട്ടങ്ങൾ മുതൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് ഒരുപാട് എക്സാംസ് ഓരോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈവൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2025 3 എക്സാം ആണ് ഈ ഒരു സിലബസ് നടന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.
PSC വെബ്സൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയുള്ള കാര്യമാണ് ഈ ഇലക്ട്രീഷ്യൻ ആൻഡ് ലൈൻമാൻ എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എന്താണ് നമ്മൾ എക്സാം പാറ്റേൺ, കാരണം എന്ത് നമ്മൾ പഠിക്കണം, എത്രത്തോളം നമ്മൾ പഠിക്കണം അല്ലെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അല്ലെ. നമ്മൾ എത്രത്തോളം ഡെപ്തിലേക്ക് പഠിക്കണം, എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ഈ കൺസെപ്റ്റ് മനസ്സിലാക്കണം, എത്ര ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ടോ, ഇപ്പൊ പുതിയുള്ള ട്രെൻഡിങ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ പാറ്റേൺ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അല്ലെ. അതിനുശേഷം നമ്മളെ മുന്നിലുള്ള ടൈം പീരീഡ്, അതാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മളൊരു 6 month ടൈം ആണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് അല്ലെ. ഈ ഒരു 6 month ടൈമിനുള്ളിൽ നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത്, ഇനി അഥവാ കൺഫർമേഷൻ സമയത്ത് സിലബസിൽ ചെറിയ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ, അതും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ ടൈം ഉണ്ടാവുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരാളോട് നിങ്ങൾ 10 മണിക്കൂർ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് ആൾ എന്ത് ചെയ്യണം, ഒരു ടൈം ടേബിൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊരു ടൈം ടേബിൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് എക്സാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ടൈം ടേബിൾ എന്ത് ചെയ്യുക, നോക്കുക എന്നുള്ളതാണ് അല്ലെ. ഈ ടൈം ടേബിളും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു എക്സാം വെച്ചിട്ട് ഓരോ ആഴ്ചയിലും ചെയ്തു നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 3-4 വട്ടം ചെയ്തോട്ടെ, കുഴപ്പമില്ല. കാരണം നമുക്ക് ഈ 6 മാസം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ എക്സാം സിലബസ് വെച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാസത്തേക്കൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണം അല്ലേ. ആഴ്ചയിൽ ഓരോ എക്സാം വെച്ച് കഴിയാനൊന്നും കിട്ടാനുണ്ടാവില്ല. പക്ഷേ ഓരോ എക്സാം ഒരു ദിവസമല്ല, ഒരു വട്ടമല്ല, ഒരു 4 വട്ടോ അല്ലെങ്കിൽ 5 വട്ടോ നിങ്ങൾ ചെയ്തോ, പക്ഷേ അതെന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു എക്സാം തന്നെയാണ് എന്നുള്ള രീതി ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തു പോവാ. അപ്പൊ അവിടെ നമുക്ക് ആ ബേസിക്സിന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു വട്ടം എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കണ്ടിരുന്നു, അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് വേറെ ആരും നിങ്ങൾക്ക് പിന്നീട് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, അല്ലെങ്കിൽ പഠിച്ചു പോകുന്ന സമയത്ത് ഇതെല്ലാം പ്രീവിയസ് വന്നിട്ടുള്ളതായിരുന്നു, ഇത് വെച്ച് നമ്മൾ പഠിച്ചു പോകണം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ മൊഡ്യൂൾ ഒന്നിങ്ങനെ തൊട്ട് പഠിച്ചു വരും. അപ്പൊ ആദ്യം നമ്മൾ ഒരു എക്സാം ഓൾറെഡി എഴുതിയതാണ്, ആദ്യത്തെ മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴേക്കും നിങ്ങൾ രണ്ടാമത്തെ എക്സാം വീണ്ടും എഴുതി, വീണ്ടും വീണ്ടും പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ച കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാം. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാവും അല്ലെ. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഗ്രാജുവൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഇൻക്രീസ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അതായത് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് ഫസ്റ്റ് എക്സാമിൽ തന്നെ പോയിട്ട് 100 മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. 100 മാർക്കിലേക്ക് നമ്മൾ ഈ 6 മാസം കൊണ്ട് എന്ത് ചെയ്യണം, എത്തിക്കണം അല്ലെ. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 100 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, 100 മാർക്ക് അല്ലെങ്കിൽ 100% എന്നുള്ളത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു വെയിറ്റേജ് കൊടുത്ത് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഹാൻഡ് റിട്ടൺ നോട്ട്ബുക്കുകൾ എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഏത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ടെക്സ്റ്റുകളൊക്കെ ഒരുപാട് പ്രിന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ PDF എടുത്തിട്ടോ അതിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടോ ഒക്കെ പഠിക്കുന്നുണ്ടാവും. ഇതുകൊണ്ടൊന്നും അല്ല നമ്മൾ വേണ്ടത്. നമ്മളൊരു ഹാൻഡ് റിട്ടൺ നോട്ട്ബുക്ക് നമുക്ക് എന്ത് ചെയ്യണം, കയ്യിൽ വേണം കേട്ടോ. അത് ഏത് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ സ്വന്തം ഭാഷയിൽ എഴുതുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെ മനസ്സിൽ എന്തുണ്ടായിരിക്കും, നമുക്ക് ആ എക്സാം ടൈമിലും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. അത് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഈ റിവിഷൻ ടൈമിലൊക്കെ ജസ്റ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ കാര്യമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലൊക്കെ നമുക്കത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആ ഒരു എഴുത്തിന്റെ ഒരു നമ്മളെ ക്ലാസ്സുകളിലൊക്കെ എഴുതാൻ പറയുന്നതിന്റെ കാരണം അതായിരുന്നു അല്ലെ. എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നോക്കുമ്പോൾ നമ്മളത് എഴുതി വെച്ച് നമ്മളെ സ്വന്തം വേർഡ്സിലാണ്, അല്ലാതെ മറ്റൊരു ഓതർ എഴുതിയിട്ടുള്ള വേർഡ്സിലോ അല്ലെങ്കിൽ മറ്റൊരു ഇതിന്ന് കിട്ടിയിട്ടുള്ള വേർഡ്സിലോ അല്ല അല്ലെ. നമുക്ക് ക്ലിയർ ആവുന്ന രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു നോട്ടം നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്, ഇന്ന പോയിന്റുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇത്രയും സ്റ്റേജസ്, ഒരു 5 കീ പില്ലേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന്, എക്സാം മനസ്സിലാക്കുക, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക,
ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു ഹൈ വെയിറ്റേജ് ഏരിയ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക, 100% മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോകും കേട്ടോ. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി, ഫോക്കസ് ഏരിയ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് വെയിറ്റേജ് നമ്മൾ നോക്കണം കേട്ടോ. അതായത് നമ്മൾ കുറേ ഡെപ്തിലേക്ക് പഠിക്കരുത്. അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്, എത്രത്തോളം ഡെപ്തിലേക്ക് പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആ നോട്ടിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോയി. ഏറ്റവും അവസാനം ഈ നോട്ട് വെച്ചിട്ട് തന്നെ നമ്മളൊരു റിവിഷൻ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പില്ലേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടതാണ് എന്ത് ചെയ്യുന്നത്, റിവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ റിവിഷനും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷുവർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും അല്ല. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മളെ ഈ ഒരു സിലബസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരു 80 അല്ലെങ്കിൽ 90 മാർക്ക്, ഒരു 100 മാർക്ക് തന്നെ വാങ്ങുന്നത് എന്താണ് ഈസി ആയിട്ട് കഴിയുന്നതാണ് കേട്ടോ. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തണം അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രാജുവൽ, ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന കാര്യമല്ല, ഗ്രാജുവലായിട്ട് എക്സാം എഴുതി പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എത്തേണ്ട സ്റ്റേജ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മളെ മുന്നിൽ ഇപ്പോൾ ഉണ്ട് അല്ലെ. ഈ ഒരു എക്സാം നമുക്ക് നടക്കാനുള്ള ടൈമിലേക്ക് നമുക്ക് എത്താനുണ്ട്. ജസ്റ്റ് നമ്മൾ 2-3 മാസം കൊണ്ട് നമുക്ക് എക്സാം വരുന്നു എന്നല്ലല്ലോ അല്ലെ. അപ്പൊ അതിലേക്ക് നമുക്ക് എത്താനുള്ള ടൈം അവിടെ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാണ്, യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഇനി എക്സാം എഴുതുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ഒന്നാമത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് മുതൽ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ഒന്ന് സ്പീഡായിട്ട് എക്സാം എഴുതുക എന്നുള്ള കേട്ടോ. ഫസ്റ്റ് എക്സാം ഞാൻ പറയുന്നില്ല, ഫസ്റ്റ് എക്സാം ജസ്റ്റ് നിങ്ങൾ ആ ഒരു എക്സാം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതുക. ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് ആൻസർ കിട്ടുന്ന രീതിയിൽ എഴുതുക. പിന്നീടുള്ള എക്സാം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി സ്പീഡായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സ്പീഡായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, അതായത് 100 ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണയായിട്ട് എഴുതാനുള്ളത് 1.5 hours ആണ് അല്ലെ. നമ്മളെ PSC എക്സാംസിന്റെ ഒരു ഇതനുസരിച്ചിട്ട് 100 ക്വസ്റ്റ്യൻ നമുക്ക് 90 മിനിറ്റ് കൊണ്ടാണ് എഴുതാനുള്ളത്. പക്ഷെ ആ എക്സാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 75 മിനിറ്റ് കൊണ്ടെങ്കിലും എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസാനമുള്ള 15 മിനിറ്റ് എന്ന് പറയുന്നത് ഫൈനലായിട്ട് നമുക്കൊരു ആ ഒരു നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി റിവ്യൂ ചെയ്യാനൊക്കെ വിട്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടാനുള്ള ഒരു സമയമാണ് ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടി ആലോചിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാനാണ് ഒരു 15 മിനിറ്റ് നമുക്ക് അവിടെ കിട്ടണം അല്ലെ. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ എക്സാം എഴുതിയാലോ 2 എക്സാം എഴുതിയാലോ നമുക്ക് ഈ 1.5 മണിക്കൂർ തന്നെ എക്സാം എഴുതി തീരും എന്നുള്ളത് എന്ത് ചെയ്യാം, ഡൗട്ട് ആയിരിക്കുള്ള കാര്യം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതും ഗ്രാജുവലായിട്ട് നമ്മൾ എക്സാം എഴുതി OMR പ്രിന്റ് എടുത്ത് ബബിൾ ചെയ്തിട്ട് തന്നെ എക്സാം എഴുതണം എന്നാ കേട്ടോ. OMR പ്രിന്റ് എടുത്ത് ബബിൾ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. അങ്ങനെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്റ്റേജിലേക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും അല്ലെ. പിന്നീട് ഒന്നാമത്തെ കാര്യം, ഈ എക്സാം എഴുതാൻ നോക്കേണ്ടത്, ഒരിക്കലും ഫസ്റ്റ് എക്സാം ആണെങ്കിൽ പോലും അതിനകത്ത് ഈ ബബിളിങ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അതിപ്പോ ചിലപ്പോൾ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കാം എന്നുള്ള രീതിയിൽ എഴുതുന്നുണ്ടായിരിക്കും. അതായത് നമ്മളൊരു ബ്ലൈൻഡ് ഗസ്സിങ് എന്ന് പറയുന്ന പരിപാടി കേട്ടോ. ഈ കറക്കി കുത്തിയിട്ട് എഴുതുന്ന എക്സാം അതേപോലെ തന്നെ ഒരിക്കലും ആവരുത്. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഗസ്സിങ് എന്ന് പറയുന്ന പരിപാടി ഞാൻ പറഞ്ഞു കേട്ടോ. ജസ്റ്റ് കറക്കി കുത്തുന്ന കാര്യമൊക്കെ നമ്മൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ്. അതുകൊണ്ട് അതൊന്നുമില്ല. ബ്ലൈൻഡ് ആയിട്ടുള്ള ഗസ്സിങ് ഉണ്ടായിരിക്കും. ഞാൻ അത് കണ്ടുണ്ടായി, ചിലപ്പോൾ എനിക്കത് ഓർമ്മ അത് തന്നെയാണ് എന്നുള്ള തോന്നൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, എക്സാം എഴുതാം അല്ലെ. ആ ഒരു കാര്യം ഉണ്ടാവരുത്. ജസ്റ്റ് നമ്മൾ എക്സാം എഴുതുമ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, നമുക്ക് ഷുവർ ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എലിമിനേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം. അതായത് നമുക്ക് 4 ഓപ്ഷൻ അല്ലേ ഉള്ളൂ, 3 ഒഴിവാക്കിയാൽ 1 കറക്റ്റ് ആണെന്ന് അറിയില്ലെങ്കിൽ പോലും 3 ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ 1 ശരിയായിക്കാം അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് എഴുതാം കേട്ടോ. അത് നമുക്കൊരു പോയിന്റ് ആണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലെ. അത് നമുക്കൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ എന്ത് ചെയ്യാണ്, ഈ 2 ഓപ്ഷൻ വരികയെന്ന് കരുതുക. അതായത് നമുക്ക് 2 ഓപ്ഷൻ, ഒരു ഡൗട്ടും 2 ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ 2 ഓപ്ഷൻ ഒരു നിലയ്ക്ക് നമുക്ക് ഒഴിവാക്കാനോ അത് രണ്ടും തമ്മിൽ അത്രയും കൺഫ്യൂസിങ് ആയിട്ടോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പിന്നീട് നമ്മൾ വായിക്കേ വേണ്ട, ജസ്റ്റ് ലീവ് ഇറ്റ്. അതെന്താ കാരണം അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈനസ് മാർക്ക് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എക്സാം എഴുതുന്നതിന് കൂടെ തന്നെ ഈ 100 മാർക്ക് നമുക്ക് സെക്യൂർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ 100 മാർക്കിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ മൈനസ് മാർക്ക് പോലും ഉണ്ടാവരുത് അല്ലെ. ഒരു മൈനസ് മാർക്ക് വന്നാൽ 100ക്കില്ല, 99 ഇല്ല. കാരണം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് ഓൾറെഡി പോയി, ഈ തെറ്റുന്നതിനുള്ള നെഗറ്റീവ് മാർക്കും വന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ഷുവർ ആയിട്ട് ക്ലിയർ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് ആയിട്ടുള്ള അറ്റൻഡും നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓരോ എക്സാമും എഴുതി പോകും തോറും അല്ലെ, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഫസ്റ്റ് എക്സാം ആയിരുന്നു. ദെൻ നമ്മൾ പഠിക്കാൻ തുടങ്ങി, ഗ്രാജുവലി പഠിക്കാൻ തുടങ്ങി, ഓരോ എക്സാം ആയിട്ട് നമ്മൾ എഴുതി പോയി. ഫൈനൽ നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് ഒരു 100 ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു 90 അല്ലെങ്കിൽ 85 to 100 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാർക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 80+ മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെക്യൂർഡ് ആണ്. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് നമ്മൾക്ക് കിട്ടാൻ പറ്റിയ ഒരു മാർക്കായിരിക്കും കേട്ടോ 80+ മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 2027 ഓണാവുമ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ടായിരിക്കും, ഒരു ജോബ് ഉണ്ടായിരിക്കും അല്ലെ. ആ ഒരു ജോബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു 80+ മാർക്ക് കൊണ്ട് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് പോകുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ആ ഒരു ഇതും നിങ്ങൾ കൊണ്ടുപോകണം. അതായത് ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഒറ്റ സ്റ്റേജിൽ നമ്മൾ എത്തുന്നുണ്ടാവില്ല. പഠിച്ച് ആ ഒരു എക്സാം എഴുതി, പഠിച്ച് വീണ്ടും പഠിച്ച് എക്സാം എഴുതി, മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലെവലിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമുക്കൊരു ജോബ് കിട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലെ. അപ്പൊ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രി ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ബാച്ചുകൾ, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഓൾറെഡി റൺ ചെയ്യുന്ന ഒരുപാട് ബാച്ചുകളുണ്ട്. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ കോഴ്സിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളെ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ജസ്റ്റ് കോൺടാക്ട് നമ്പർ കൂടി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ജോബ് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ കിട്ടട്ടെ എന്നുള്ളത് നമുക്ക് എത്തിക്കാം അല്ലെ. ഓക്കെ, താങ്ക് യു.